ഹായ് ഓൾ. അപ്പോൾ നമ്മൾ 2022 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിലായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2021 ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ ഫോർ ഡ്രൈ ഹീറ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ നമുക്ക് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനെ പറ്റി നോട്ട് ട്രൂ, ഇത് ശരിയല്ലാത്തതാണ്. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കണം ആൻസർ ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ, യൂഷ്വലി സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ ഹീറ്റിംഗ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 160 degree Celsius ഫോർ 2 hours. അത് ശരിയാണല്ലോ, അത് ശരിയാണ്. 160 ഡിഗ്രിയിൽ 2 മണിക്കൂർ ചെയ്യുന്നത്, അത് ശരിയാണ്. ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം അഫക്റ്റഡ് ബൈ ഓക്സിഡേഷൻ വഴിയാണ് ചെയ്യുന്നത്, അതിൻ്റെ മെക്കാനിസം ശരിയാണ്. ദിസ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പൗഡേഴ്സ് ആൻഡ് ഓയിലി മെറ്റീരിയൽ, അത് തെറ്റാണ്. ഇത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വഴിയാണ് പൗഡേഴ്സും ഓയിലി മെറ്റീരിയൽസും സ്റ്റെറിലൈസേഷൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയ ഓപ്ഷൻ സി ആണ്. ദിസ് മെത്തേഡ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സർജിക്കൽ ഡ്രസ്സിങ്സ്, അത് ശരിയാണ്. സർജിക്കൽ ഡ്രസ്സിങ്സ് ചെയ്യുന്നത് ഓട്ടോക്ലേവ് വഴിയാണ്. നെക്സ്റ്റ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, എൻട്രിക് കോട്ടിംഗ് ഈസ് ഗിവൺ ടു ടാബ്ലറ്റ്സ് ഇൻ ഓർഡർ ടു, ഓപ്ഷൻ വയ്ക്കാം, പ്രൊട്ടക്ട് ദ മെഡിക്കമെൻറ്റ് ഫ്രം അറ്റ്മോസ്ഫിയറിക് എഫക്റ്റ്. അതല്ല, അറ്റ്മോസ്ഫിയർ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻട്രിക് കോട്ടിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, എൻഷുർ ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ഇൻ ദ ഇൻഡസ്റ്റൈൻ, അത് ശരിയാണല്ലോ. ഇൻഡസ്റ്റൈനിൽ അത് ഇത് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻട്രിക് കോട്ടിംഗ് നടത്തുന്നത്. എൻ്റെ പേര് തന്നെ എൻട്രിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈൻ ആണ്. അടുത്ത, സെപ്പറേറ്റ് കെമിക്കൽ ഓർ ഫിസിക്കൽ ഇൻകോമ്പാറ്റിബിൾ ഇൻഗ്രീഡിയൻസ്, കെമിക്കൽ ഓർ ഫിസിക്കൽ ഇൻകമ്പാറ്റിബിൾ ഇൻഗ്രീഡിയൻസ്, അത് തെറ്റാണ്. പ്രൊലോങ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, പ്രൊലോങ് ചെയ്യാൻ വേണ്ടതും തെറ്റാണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അല്ല ഓപ്ഷൻ ബി ആണ്, ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ് ഇൻ ദ ഇൻഡസ്റ്റൈൻ. അടുത്തത്, ഇഫ് എ capsule is numbered as 000, which means, ഓപ്ഷൻ നോക്കാം, ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് സൈസ് capsule with a capacity of 100 mg. അത് സ്മോളസ്റ്റ് അല്ല, സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്, അപ്പോൾ അത് തെറ്റാണ്. ഇറ്റ് ഈസ് ഫോർ ദ ഇൻക്ലൂഷൻ ഓഫ് ഒഫ്താൽമിക് ഓയിൻമെൻറ്റ്സ് ഓൺലി, അതും തെറ്റാണ്. അടുത്ത, ദ ഷേപ്പ് ഓഫ് ദ capsule is oval, അതും തെറ്റാണ്. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് സൈസ് ആൻഡ് ഫോർ വെറ്റിനറി പർപ്പസ് ഓൺലി, അത് ശരിയാണ്. 000 എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് സൈസുമാണ്, അത് വെറ്റിനറി പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾ. ഓപ്ഷന്, സോഫ്റ്റ് ജെലാറ്റിൻ ഷെൽ മേ കണ്ടെയ്ൻ മീഥൈൽ ആൻഡ് പ്രൊപ്പൈൽ പാരാബൻ ആസ് പ്രിസർവേറ്റീവ്, അത് തെറ്റാണ്. സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂളിനകത്ത് പ്രിസർവേറ്റീവ്സ് ഇല്ല. നോട്ട് സ്യൂട്ടബിൾ ഫോർ യൂസ് സപ്പോസ്റ്ററീസിൽ നമ്മൾ യൂസ് ചെയ്യല്ലോ സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂൾസ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഒഫ്താൽമിക് ഓയിൻമെൻറ്റ്സിലും യൂസ് ചെയ്യും. ദ മാനുഫാക്ചറിങ് ആൻഡ് ഫില്ലിംഗ് ഓഫ് മെഡിക്കമെൻറ്റ്സ് ആർ ഡൺ ഇൻ സെപ്പറേറ്റ് ഓപ്പറേഷൻ, അതും കറക്റ്റാണ്, സെപ്പറേറ്റ് ഓപ്പറേഷനിലാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മീഥൈൽ ആൻഡ് പ്രൊപ്പൈൽ പാരാബൻ പ്രിസർവേറ്റീവ് യൂസ് ചെയ്യുന്നത് തെറ്റാണ്. അടുത്തത്, ഫോർ ദ ഇവാലുവേഷൻ ഓഫ് ടാബ്ലറ്റ് ടെസ്റ്റ് യൂസ്ഡ് ടു മെഷർ ദ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ഫോർ ദ ഡ്രഗ് സബ്സ്റ്റൻസ് ഇൻ ടാബ്ലറ്റ് ടു ഗോ ഇൻ ടു സൊല്യൂഷൻ അണ്ടർ സ്പെസിഫൈഡ് കണ്ടീഷൻ, എന്താണ്, ഡിസൊല്യൂഷൻ ടെസ്റ്റ് ആണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്, എല്ലാവർക്കും അറിയാലോ. അടുത്ത, അണീക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കളർ, ഒന്നും നോക്കണ്ട, നമ്മൾ മോഡലിംഗ് എഴുതുക പെട്ടെന്ന് തന്നെ. അടുത്ത ഓപ്ഷൻ സി. അടുത്ത, മെക്കാനിസം ഓഫ് കില്ലിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം ബൈ ഗ്യാഷ്യസ് സ്റ്റെറിലൈസേഷൻ, ഇതിൽ ആൽക്കൈലേഷൻ ഓഫ് പ്രോട്ടീൻ വഴിയാണ് കില്ലിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം കില്ലിംഗ് വഴിയാണ് ചെയ്യുന്നത്. റോൾ ഓഫ്